നമസ്കാരം. വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട സോഹൻ റോയിയുടെ അടുത്തേക്ക്. സോഹൻ റോയിയെക്കുറിച്ച് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഒരു സാംസ്കാരിക പ്രവർത്തകൻ കൂടിയാണ്, സിനിമയിലുണ്ട്, പിന്നെ ഏതിൽ നോക്കിയാലും ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്താൽ തന്നെ അദ്ദേഹത്തെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡിലേക്കായിരിക്കും ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നിമിഷകവി 3000-ൽ കൂടുതൽ കവിതകൾ. ഇത് എങ്ങനെയാണ് ഈ ഒരു നിമിഷകവിയായി, അല്ലെങ്കിൽ കവിത ഇത്രയും അഗാധമായിട്ട് ഓരോ ദിവസവും ജനിക്കുന്നത്? വേൾഡ് റെക്കോർഡ് 1001 തന്നെ വേൾഡ് റെക്കോർഡ് കിട്ടി. എവറി ഡേ ഐ എം ബ്രേക്കിംഗ്. 2000-ലധികം തവണ ഞാൻ എൻ്റെ തന്നെ റെക്കോർഡ് തിരുത്തി കഴിഞ്ഞു. ഓക്കെ. ഞാൻ സ്കൂളിൽ വെച്ച് തന്നെ കവിത എഴുത്തുണ്ടായിരുന്നു, പക്ഷേ അത് ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്തില്ല. ആക്ച്വലി കുറേ 100 സോങ്സ് സിനിമയ്ക്കും ആൽബത്തിന് വേണ്ടി എഴുതി. ഓസ്കാറിൽ വരെ ഇന്ത്യയിൽ നിന്ന് പോയ ആദ്യത്തെ സോങ്സ് ഞാൻ എഴുതി, 3 ലാംഗ്വേജിൽ എഴുതി. പക്ഷേ ഇതങ്ങോട്ട് നമ്മൾ എന്നും ഇത് പരിശീലിച്ചാൽ മാത്രമേ നമ്മളത് ബെറ്റർ ആവത്തുള്ളൂ, നമ്മളതിന് പ്രിപ്പയർഡ് ആവത്തുള്ളൂ. പുതിയ പുതിയ വാക്കുകൾ കണ്ടെത്തണം, ഭാഷ കുറച്ചുകൂടെ റിഫൈൻ ആവും. പക്ഷെ അങ്ങനെ ഞാൻ ഒരു 8 വർഷത്തിന് മുമ്പാണ് ഒരു ദിവസം തീരുമാനിക്കുന്നത്. ഇപ്പം ഞാൻ എഫിസ് എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഡെവലപ്പ് ചെയ്തു. അപ്പോൾ അതിനകത്ത് നമ്മുടെ ടാലൻറ്റും പാഷനും ഡെവലപ്പ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം, അത് വേറെ ആരും വന്ന് ചെയ്യില്ല. അപ്പോൾ അങ്ങനെ ഞാനൊരു ടാർഗറ്റ് സെറ്റ് ചെയ്തു. കാര്യം എനിക്കറിയാം എനിക്ക് എഴുതാനുള്ള കഴിവുണ്ട്. അതിനെ എങ്ങനെ കവിതയിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയപ്പോഴാണ് ഒരു വേൾഡ് റെക്കോർഡ്, ഐ വിൽ സെറ്റ് എ വേൾഡ് റെക്കോർഡ് എന്നുള്ളതാണ് എൻ്റെ ടാർഗറ്റ്. അതിന് ഞാൻ 5 വർഷമാണ് ഞാൻ ടൈം കൊടുത്തത്, പക്ഷേ 5 വർഷം എടുത്തേണ്ടി വന്നില്ല. അതിന് മുമ്പ് തന്നെ അത് അപ്പോൾ എങ്ങനെ അത് എത്താം, പിന്നെ നമ്മൾ സ്ട്രാറ്റജി ഉണ്ടാക്കണം. അപ്പോൾ എനിക്ക് ഇപ്പം കവിത എഴുത്ത് എല്ലാ ദിവസവും ഒരു കവിത, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്: എല്ലാ ദിവസവും ഒരു കവിത എഴുതുക, അത് ഗ്രാഫിക്സിൽ അതിൻ്റെ ഒരു കൺസെപ്റ്റ് ഇടുക, അത് മ്യൂസിക് കൊടുത്തിട്ട് പബ്ലിഷ് ചെയ്യുക. അത് തുടങ്ങാനുള്ള കാരണം, ഞാൻ പണ്ട് ഒരിക്കലും ഒരു ആയുർവേദ സെൻറ്ററിൽ ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അന്ന് ഒരു ഈ ബന്ദ് നടക്കുക. ബന്ദ് ലോകത്തിലുള്ളവരെല്ലാം പണിയെടുക്കുമ്പം കുറേ പണിയെടുക്കാൻ താല്പര്യമില്ലാത്ത അണ്ണന്മാർ ചേർന്നിട്ടൊരു ബന്ദ് നടത്തുന്നു, അത് വലിയ സംഭവമായിട്ട് മാറ്റുന്നു. അപ്പം എനിക്കെൻ്റെ ദേഷ്യം വന്നപ്പം വേറെ ചെയ്യില്ല. ഞാൻ വെറുതെ ഒരു 4 വരി പണിയെടുക്കുന്നവരെ പണിയെടുക്കാത്തവർ പണിയെടുക്കുന്നവരെ പണിയെടുക്കാതിരിക്കാൻ കൊടുക്കുന്ന പണിയാണ് എന്ന് പറഞ്ഞിട്ടൊരു 4 വരി എഴുതിയതാണ്, ബന്ധെന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് ഞാൻ ഓഫീസിൽ വിളിച്ചു പറഞ്ഞു ഇതൊരു കാർട്ടൂൺ ഒരു പോസ്റ്ററാക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനത് പോസ്റ്ററാക്കി പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര റെസ്പോൺസ്. വളരെ 4 വരിയേ ഉള്ളൂ, പക്ഷേ അപ്പം ഒരു കാർട്ടൂൺ കവിത പോലെ കൊടുത്തതാണ്. അപ്പം ഭയങ്കര റെസ്പോൺസ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഇത് നല്ലൊരു ടൂളാണല്ലോ, നമുക്ക് നമ്മുടെ പ്രതിഷേധം നമ്മൾ ഒരു 4 വരിയിലാക്കുക. അങ്ങനെയാണ് ആക്ച്വലി ഈ അണുകവിതയിലേക്ക് വരുന്നത്. അപ്പോൾ ഞാൻ പിന്നെ അതിന് മ്യൂസിക് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചു. കാര്യം ആ സമയത്ത് ബിജുറാമിനെ എനിക്ക് പരിചയപ്പെടാൻ പറ്റും. കാര്യം ഞാനിതേപോലെ സോഷ്യൽ മീഡിയ ഇട്ടൊരു കവിത പുള്ളി മ്യൂസിക് ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നെ, അങ്ങനെ പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ ബിജുറാമിനെ ചോദിച്ചു, ഞാനിങ്ങനെ ഇടുന്ന സാധനത്തിന് എനിക്ക് ഒരു മ്യൂസിക് കൂടെ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ മ്യൂസിക് കൊടുത്തപ്പം അത് ഒരു തലവും കൂടെ കൂടി. അപ്പം എൻ്റെ എഴുത്തും ആ ഗ്രാഫിക്സിൻ്റെ ഒരു ഗ്രാഫിക് ഡിസൈനർ ഒരു ആർട്ടിസ്റ്റിക്കൽ കോൺട്രിബ്യൂഷൻ, അതിനകത്ത് മ്യൂസിക്കും കൂടെ വരുമ്പം ഇതിൻ്റെ പല ലെവലിലേക്ക് നമുക്ക് കൊണ്ടുപോയപ്പം നല്ല റെസ്പോൺസ്. അതിൽ ഏറ്റവും അട്രാക്ട് ചെയ്തത് മലയാളം വായിക്കാൻ അറിയാത്ത ഒരു നല്ല ശതമാനം മലയാളികളുണ്ട്. എസ്പെഷ്യലി ഗൾഫിലുള്ള സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, കേരളത്തിന് പുറത്തുള്ള സെക്കൻഡ് ജനറേഷനൊക്കെ മലയാളം സംസാരിക്കും, പക്ഷെ ഇവർക്ക് വായിക്കാൻ അറിയത്തില്ല. പക്ഷേ ഇത് ഓഡിയോ വന്നതോടുകൂടി ഇത് വളരെ ഷോർട്ടാണ്, ഇവർക്ക് പെട്ടെന്ന് ഈ പടവും കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാവുന്ന കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് അവർക്ക് കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നല്ല റെസ്പോൺസ് വന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചാൽ ഇത് കൊള്ളാം. അപ്പോൾ ഇത് കുറച്ച് ദിവസം തുടർച്ചയായിട്ട് ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ടീം നന്നായിട്ട് സെറ്റായി വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, എങ്കിൽ ഇത് നമ്മളൊരു വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് നടത്താമെന്ന് പറഞ്ഞ് തുടങ്ങിയൊരു പരിപാടിയാണ്. അങ്ങനെ ഒരു 121 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് DC ബുക്സ് അത് പുസ്തകമായിട്ട് അത് ഇറക്കി. പിന്നെ അതിങ്ങനെ അനുസ്യൂതം തുടർന്ന് 1000 കഴിഞ്ഞപ്പോഴത്തേക്ക് വേൾഡ് റെക്കോർഡ് സെറ്റായി. പിന്നെ ഉള്ള കാര്യം വെച്ചാൽ മഹാകാവ്യം എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ മഹാകവി എന്ന് പറയും, പക്ഷേ എന്താ മഹാകവി എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ഒരു ഗവേഷണം ആരും നടത്തില്ല. അപ്പോൾ അങ്ങനെ പോയിട്ടൊരു ഗവേഷണം നടത്തിയപ്പോഴാണ് 7 സർഗ്ഗങ്ങൾ, ഓരോ സർഗ്ഗത്തിൽ 50 ശ്ലോകങ്ങൾ എന്ന് പറഞ്ഞ് കുറേ റിക്വയർമെൻറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഞാനിത് എഴുതിക്കുന്ന സാധനത്തിൻ്റെ കറക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ മഹാകാവ്യമാണ്.
അപ്പം നമുക്ക് പ്രത്യേകിച്ച് എഴുത്ത് സമൂഹം നമുക്ക് പ്രത്യേകിച്ച് കസേര ഇന്ന് വരെ തന്നിട്ടും ഇല്ല, വിളിക്കത്തുമില്ല. ഞാൻ എൻ്റേതായ ഒരു കസേര ഞാനങ്ങ് പെടുന്നത് അണുകാവ്യത്തിൻ്റെ ഒരു സിംഹാസനം തീർന്നു. ഒരു മഹാകവി പട്ടം ഞാൻ സ്വയം അങ്ങോട്ട് വെച്ചു. പിന്നെ അല്ലാതെ ചെയ്യുന്ന കാര്യം അതല്ല, അത് മാത്രമല്ല സമകാലികമായ 1001 601 തന്നെ ഈ 7 സർഗങ്ങൾ വെച്ച് 50 ശ്ലോകം വെച്ചിട്ടുള്ള മഹാകാവ്യമാക്കി. അതിനുശേഷം മഹാകാവ്യങ്ങളുടെ ഒരു നിര തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി. കാര്യം 50 എല്ലാം ഓരോ കാറ്റഗറൈസ് ചെയ്യാം. അപ്പോൾ ഇപ്പം പ്രണയത്തിൻ്റെ ആണെങ്കിൽ 50 ശ്ലോകം വെച്ചിട്ടുള്ള ഒരു കാറ്റഗറി, അടുത്തത് എന്താണ് ഒരു വ്യക്തികളെ കുറിച്ചുള്ള, അങ്ങനെ ഓരോ കാറ്റഗറി. ഇപ്പം കർമ്മയെ ബേസ് ചെയ്തിട്ടുള്ള കവിതകളുണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറി ആയിട്ട് തിരിച്ചിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ നമ്മൾ റൂള് വയലേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതിന് ഞാൻ ടൈറ്റിൽ അങ്ങോട്ട് കൊടുത്തു, അണുമഹാകാവ്യം എന്ന് ടൈറ്റിലും കൊടുത്തു. ആര്യ ജോസിൻ ജയനാണ് നിയമപരമായിട്ട് അല്ല എന്ന് ആരെങ്കിലും പ്രൂവ് ചെയ്യട്ടെ. അതുകൊണ്ട് ഞങ്ങളുടെ എഴുത്ത് സമൂഹത്തിന് രുചി കാണത്തില്ല. ഐ ഡോണ്ട് കെയർ ഹൂ കെയർസ്. ഇപ്പോഴത്തെ ട്രെൻഡിങ് വേർഡാണ്. അല്ല, അത് പക്ഷേ അത് വേറെ ഉണ്ട്. അതുകൊണ്ട് എത്ര നാൾ നമ്മളെ മാറ്റി നിർത്താൻ പറ്റും. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യ വുഡിൻ്റെ പേരിൽ ഭാഷാ സാഹിത്യ പുരസ്കാരം അവാർഡിലേക്ക്, അതായത് ഈ എഴുത്തുകാരിലേക്ക് നമ്മൾ ഇറങ്ങിച്ചില്ല, നമ്മളിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ അവരിലേക്ക് ചെല്ലുക. അങ്ങനെയാണ് ഭാഷാ സാഹിത്യ പുരസ്കാരം നമ്മൾ കൊണ്ടുവന്നത്. അതായത് സിനിമയിലേക്ക്, അതായത് നമ്മുടെ അൾട്ടിമേറ്റ് ഉദ്ദേശം ഇൻഡിപെൻഡൻ്റ് എന്താണ്, സിനിമയെ പരിപോഷിപ്പിക്കുക. അപ്പോൾ എഴുത്തുകാരുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ സിനിമയായിരിക്കണം. അപ്പം സിനിമയോട് അടുത്ത് നിൽക്കുന്ന എഴുത്തുകാരെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയാണ് അതിലെ നല്ല ഭാഷയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും സിനിമയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടാണ് ഞങ്ങൾ ഇത് അവാർഡ് പ്രഖ്യാപിക്കുന്നത്. ഇത്തവണ ശ്രീകുമാരൻ തമ്പി സാറിനാണ് കിട്ടുന്നത്. അത് മലയാളത്തിലെ ഏറ്റവും വലിയ അവാർഡ്. പുനലൂർ ഞങ്ങളുടെ നാട്ടിലെ വലിയ ഓഡിറ്റോറിയം ഉണ്ട്, അവിടെ വെച്ചിട്ടാണ്. 25-ാം തീയതിയാണ്, ഫെബ്രുവരി 25. അപ്പം ഒരു ഇപ്പോൾ ഇന്ന് മലയാളത്തിലുള്ള ഏറ്റവും വലിയ എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് വെച്ചാൽ 5 ലക്ഷമാണ്. ഞങ്ങൾ അതിനേക്കാളും കൂടുതൽ 5,01,000 ഞങ്ങളുടെ ഇത്. അതുമല്ല, ഇന്ന് ഞങ്ങൾക്ക് അവിടെ ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടുത്തെ പബ്ലിക് ലൈബ്രറിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതല്ല. അപ്പം ഈ വരുന്ന പുസ്തകങ്ങളെല്ലാം അവിടെ പൂജിച്ചിട്ടൊക്കെയാണ് അവരെടുക്കുന്നത്. അവർ കുറേ പ്രൊസീജിയർ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ലക്ഷ്യം വെച്ചാൽ മലയാളത്തിലെ എഴുതപ്പെടുന്ന എല്ലാ പുസ്തകങ്ങളും നാളെ ആ ക്ഷേത്രത്തിൽ പൂജിക്കപ്പെട്ട് ആ ലൈബ്രറിയിലേക്ക് ഒരെണ്ണം കൊടുക്കുക. എല്ലാ എഴുത്തുകാരനും അത് ചെയ്യുക. അപ്പം അങ്ങനെ ആ ലൈബ്രറിയിലുണ്ടാവും. അപ്പോൾ ആ ലൈബ്രറിയാണ് ഈ അവാർഡ് ചെയ്യുന്നതൊക്കെ. അപ്പം ഈ എഴുത്തച്ഛൻ പുരസ്കാരത്തിനോടൊപ്പം തന്നെ ഇത് ഭാഷാ സാഹിത്യ പുരസ്കാരത്തിനോടൊപ്പം തന്നെ 25 കാറ്റഗറിയിൽ ഭാഷയുടെ വിവിധ മേഖലകളിലുള്ള അവാർഡുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വർഷം അത് കൊടുത്തേക്കുന്നത് 35 വയസ്സിന് താഴെയാണ്. അപ്പോൾ അത് ഓൾട്ടർനേറ്റ് ഇയേഴ്സ് നമ്മൾ മാറി മാറി കൊടുക്കും. അപ്പം അതിന് മുകളിലുള്ള ഓപ്പൺ ആക്കിയിടും ഒരു കാര്യം. ഈ യങ്സ്റ്റേഴ്സിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണ്ടേ. അപ്പോൾ വലിയ എസ്റ്റാബ്ലിഷ് എഴുത്തുകാരുടെ കൂടെ നിന്ന് മത്സരിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ചെറിയ എഴുത്തുകാർക്ക് കിട്ടത്തില്ല. അപ്പോൾ ഓൾട്ടർനേറ്റ് ഇയേഴ്സിൽ നമ്മളത് മാറ്റി കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിപ്പം വെച്ചേക്കുന്നത്. അത് ഇങ്ങനെ കവിതകൾ എഴുതുമ്പോഴേ സാമൂഹികമായ ചില ഇടപെടലുകൾ അതിൽ വരുന്നുണ്ട്. അപ്പം അതിന് ചില രാഷ്ട്രീയമായ ഇടപെടലുകൾ വരുന്നുണ്ട്. അത് എത്രത്തോളം? അല്ല, അത് വലിയ പ്രശ്നമാണ്. കാര്യം ഏത് ഒരു കറണ്ട് അഫയേഴ്സിനെ കുറിച്ച് നമ്മൾ എന്ത് എഴുതിയാലും ഇതിന് 2 തലങ്ങളുണ്ട്. ഈ അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്ന് പറഞ്ഞ പോലെ ഇതിനെ അനുകൂലിക്കുന്നതും പ്രതികൂലിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുണ്ട്. എല്ലാം അംഗീകരിക്കുന്ന വളരെ കുറച്ച് സബ്ജക്ട്സേ കിട്ടത്തുള്ളൂ. ഇവിടുത്തെ പത്രങ്ങൾ പോലെയാണ്. ചില പത്രത്തിൽ ദേശാഭിമാനിയിൽ എന്ത് എഴുതിയേക്കുന്നുണ്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും ദീപികയിലുണ്ടാവുക. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണ്. പക്ഷേ നമ്മൾ എനിക്ക് എൻ്റെ കാഴ്ചപ്പാടിലുള്ള എനിക്ക് പറയാനൊന്നുണ്ടല്ലോ ഒരു കാര്യത്തിൽ. അതാണ് ഞാൻ അവിടെ പറയുന്നത്. അതിൽ കുറേ പേര് വന്നിട്ട് പിതാമഹന്മാരെയൊക്കെ സ്മരിച്ചിട്ട് പോകും. പക്ഷെ അതിനകത്ത് ഒരു വലിയ എനിക്ക് നഷ്ടം, അതായത് ഒരുപക്ഷെ കവിത എഴുതി ലോകത്തിലെ ഏറ്റവും വലിയ നഷ്ടം വന്നൊരു വ്യക്തി ഞാനായിരിക്കും. അതെനിക്ക് പറയണം. പറഞ്ഞില്ല, ഞാൻ കിട്ടുന്ന വേദിയിലൊക്കെ അത് പറയാൻ തീരുമാനിച്ചേക്കുക. അതായത് എൻ്റെ മനസ്സിൽ ജാതി മതം ഇങ്ങനെയുള്ള സാധനം എടുത്തു കളഞ്ഞിട്ട് എത്രയോ വർഷമായ വ്യക്തി. ഞാൻ ഇതിൻ്റെ പേരിൽ അനുഭവിച്ചൊരു പീഡനം, അതായത് നമ്മുടെ കോവിഡ് തുടങ്ങുന്ന സമയം. അപ്പം എല്ലാവരും ഇങ്ങനെ ഐസൊലേറ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഞാൻ ഒരു ദിവസം നോക്കിയപ്പം തിരുവനന്തപുരത്ത് ആറ്റുകാൽ പൊങ്കാല 25 ലക്ഷം പേര് ഈ കോവിഡിൻ്റെ സമയത്ത്. അത് വലിയ സംഭവം, അതിന് യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. പിറ്റേ ദിവസം നോക്കിയപ്പോൾ കൽക്കട്ടയിൽ ഒരു ദുർഗാപൂജ ഏതാണ്ടൊരു സാധനം, അവിടെയുണ്ട് എത്രയോ ലക്ഷം ആൾക്കാർ, അവിടെയും കോവിഡ് വരുന്നില്ല. 3-ാമത്തെ ദിവസം നോക്കിയപ്പോൾ ഡൽഹിയിൽ ഇസ്ലാമിക് എന്തോ ഒരു സാധനം നടക്കുന്നു, അവിടെയും ആൾക്കാർ. ഇത് 3 കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഇത് പ്രതികരിച്ചേ പറ്റൂ. നമ്മളിവിടെ അടങ്ങി ഒതുങ്ങി നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യുന്നതിനിടയിലാണ് ഇത് നാട്ടിൽ ഈ തോന്നിയ ദിവസം നടക്കുന്നത്.
അപ്പം ഞാനൊരു 4 വരി ഈ കാണിക്കുന്നത് ഈ മതത്തിൻ്റെ പേരിൽ ഓരോരുത്തർ കാട്ടുന്നതെന്ന് പറഞ്ഞ് ഞാൻ ജനറലായിട്ട് എഴുതിയതാണ്. ഇത് ഞാൻ അയച്ചു കൊടുത്തു. പക്ഷേ ഇത് ഞാൻ ദുബൈയിൽ നിന്ന് എഴുതുന്നു, ഗ്രാഫിക് ഡിസൈനർ എറണാകുളത്തിരിക്കുന്നു, മ്യൂസിക് ഡയറക്ടർ ട്രിവാൻഡ്രത്തിരിക്കുന്നു, കോമ്പസിറ്റി എന്ന ആൾ വേറെ, ഇത് പലയിടത്തായിട്ട് ഇരിക്കുന്നു. അപ്പം ഞാൻ ഇവിടെ ഒരു ഗ്രൂപ്പിലേക്ക് ഞാൻ എടുത്തിട്ടു. ഇട്ട വഴിക്ക് ഞാൻ തിരക്കിലായിപ്പോയി. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് എല്ലാം പോസ്റ്റായി കഴിയുമ്പോൾ എനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായി ഇത് പണി കിട്ടുമെന്ന്. കാര്യം ഇതിനകത്ത് ബാക്കിൽ ഒരു പള്ളിയുടെ ഒരു ചിഹ്നമൊക്കെ വന്നേക്കുന്നു. കാര്യം അവർ നോക്കിയപ്പോൾ അന്നത്തെ കറണ്ട് ഇഷ്യൂ ഞാൻ വിചാരിക്കുന്നില്ല, ഡൽഹിയിലെ ഇഷ്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് ചെയ്തേക്കുന്നത്. അതല്ല, ഞാൻ ഈ 3 എണ്ണത്തിനെയും കൂടെ ചേർത്തിട്ടാണ് എഴുതിയേക്കുന്നത്. ആ ലൈൻ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് യാതൊരു പ്രശ്നമില്ല. പക്ഷേ ഈ പടം വന്നു കഴിഞ്ഞാൽ ഇത് കഥ മാറി. ഈശ്വര, ഇത് ഞാൻ അന്നേരം തന്നെ വിളിച്ച് ഡിലീറ്റ് ചെയ്യിച്ചു. എന്നിട്ട് ഞാൻ തന്നെ ഒരു അപ്പോളജി എഴുതി, സോറി ഇത് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്, അതിനായി അപ്പോളജൈസ്. എൻ്റെ ഗ്രൂപ്പിൽ ആര് ചെയ്താലും അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണ്ടേ. ഞാൻ വെച്ചാൽ അവിടെ തീർന്നു പോരെ. എനിക്കെതിരെ 6 കേസെങ്ങാണ്ട് ഇവിടെ ഫയലായി. എന്നെ തീർത്ത് കളയുന്നുള്ള അവസ്ഥയായി. അതായത് ഇവിടുത്തെ ഒരു പ്രമുഖ പത്രമാണ് ഇതെടുത്ത് പ്രശ്നം ഉണ്ടാക്കിയത്. അവരാണ് എടുത്തത്, അവരുടെ സൈറ്റ് പോസ്റ്റ് ചെയ്ത്. അതോട് പിന്നെ കത്തിപ്പടർന്നു. അപ്പോഴത്തേക്ക് ഇവിടുത്തെ ഒരു ഷെയ്ഖ് ഫാമിലിയിൽ ഒരാൾ പ്രതികരിക്കുന്ന പുള്ളിയും ഇതിനെക്കുറിച്ച് വളരെ കാര്യം അവരുടെ അടുത്ത് എത്തി, അവർ പ്രതികരിച്ചു. അങ്ങനെ എന്ത് പറയുന്നത്, ഞാനൊരു വലിയ അപരാധം, ഒരു എന്താണ് മതനിഷിദ്ധനായിട്ട് മാറി. ഞാനിപ്പോൾ എന്നെ അറസ്റ്റ് ചെയ്യുന്ന വിചാരിച്ചിരിക്കുകയാണ്. അതേപോലുള്ള സിറ്റുവേഷനായി. ഏതോ ഭാഗ്യത്തിന് മറ്റേ കോടതി അവധിയത് കാരണം കേസ് അവിടെ നിന്ന് പിന്നെ ഇവിടുത്തെ സംഘടനകളൊക്കെ ഇടപെട്ട് ഇതൊക്കെ ഊരിയെങ്കിലും കുറേ നാൾ കഴിഞ്ഞത് ഊരി. 3 മാസം ഇത് അടഞ്ഞു കിടക്കുമായിരുന്നു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ ക്ലയൻസിൻ്റെ അടുത്ത് പലരും നമ്മുടെ കോമ്പറ്റേറ്റേഴ്സ് നമ്മളെ ഇടിച്ചതാക്കാൻ വേറെ മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പൊക്കിക്കൊണ്ട് പോയിട്ട് ഞങ്ങളുടെ പല പ്രോജക്ട്സും ക്യാൻസൽ ചെയ്യിച്ചു. അങ്ങനെയൊക്കെ ഉണ്ടായി, മനസ്സിലായില്ല. അതവരുടെ മില്യൺസ് ലോസ് ഉണ്ടായി ഈ ഒരു കവിത. പക്ഷേ എനിക്ക് ഞാനൊരു തെറ്റും ചെയ്തില്ല. ഞാൻ ജനറലായിട്ട് പറഞ്ഞൊരു സാധനമാണ്. ഞാൻ എന്ത് ചെയ്ത് ഇത് വിളിച്ചിട്ട് പറഞ്ഞു, ആ പോസ്റ്ററിൻ്റെ ബാക്ക് ഡ്രോപ്പ് മാറ്റിയിട്ട് വേറൊരു പോസ്റ്റർ അത് ചെയ്തിട്ട് അയക്കാൻ പറഞ്ഞു. എന്നിട്ട് അന്നേരം ഈ ആദ്യം പ്രശ്നം ഉണ്ടാക്കിയ പത്രത്തിലെ 2-3 പേര് എന്നെ കാണാൻ വന്നു. ഞാൻ പറഞ്ഞു, ഈ കവിത എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അടിപൊളി സാധനമല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ സാധനം എടുത്തിട്ട് നിങ്ങളെടുത്ത് വെച്ചിട്ട് എനിക്ക് മില്യൺസിൻ്റെ ലോസ് ഉണ്ടാക്കി തന്നതെന്ന് പറഞ്ഞ്. അതായത് ആ ചിത്രം ബാക്കിലെ ഒരു ചിത്രം മാറിയപ്പോഴത്തേക്ക് കഥ മാറി, മനസ്സിലായില്ലേ? ഇത്രേ ഉള്ളൂ. മനുഷ്യനെ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതായത് ട്രാൻസ്പെറന്റ് ആയിട്ട് ഒരു കാര്യം ചെയ്താൽ പോലും ഒരു ചെറിയ അതാ പറഞ്ഞു. അങ്ങനെ ഇനി ഇപ്പോൾ എൻ്റെ ഗ്രൂപ്പിൽ ഒരാൾ ചെയ്തതിൻ്റെ പേരിൽ ഞാൻ സോറി പറഞ്ഞു കഴിഞ്ഞാലെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിക്കേണ്ടതാണ്. പക്ഷേ അത് അവിടെ അവസാനിക്കുന്നില്ല. അതാണ് ചില സബ്ജക്റ്റിൽ വളരെ സെൻസിറ്റീവാണ്. ചില സബ്ജക്റ്റിൽ നമ്മൾ കയറി തൊട്ട് കഴിയുമ്പോൾ അത് ഏത് ലെവലിൽ പോകുമെന്ന് പറയാൻ പറ്റത്തില്ല. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് 1-2 ഇപ്പോഴത്തെ കറണ്ട് നിൽക്കുന്നതെന്ന് പറയുമ്പോൾ എഴുത്തുകാരുടെ ഏതെങ്കിലും സബ്ജക്റ്റ് കയറി പിടിച്ചാലും പ്രശ്നമാണ്. ഇതുപോലെ സംഭവിച്ചാൽ വേറെ ഭയങ്കര കോമഡി ആണെന്നാണ്. എൻ്റെ ഒരു സ്റ്റാഫിൻ്റെ കല്യാണത്തിന് പോവുക. എൻ്റെ ആ കുട്ടിയെന്ന് വെച്ചാൽ എൻ്റെ വൈഫിൻ്റെ ഡാൻസ് സ്റ്റുഡൻറ്റും കൂടെയാണ്. അപ്പം വളരെ ഫാമിലിയായിട്ട് വളരെ അടുത്തതാണ്. ഞങ്ങൾ ഇവിടുന്ന് ഫ്ലൈറ്റൊക്കെ പിടിച്ച് ഈ കല്യാണം ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളുടെ ഏറ്റവും ഫ്രണ്ടിലത്തെ റോയിൽ അവർ കൊണ്ട് ഇരുത്തുകയും ചെയ്തു. യു വോണ്ട് ബിലീവ്, ഞാൻ ആ കല്യാണം കണ്ടിട്ടില്ല. മുന്നിൽ വന്നിട്ട് കുറച്ച് ക്യാമറാമാന്മാർ വന്നിട്ട് ഞങ്ങളുടെ നേരെ മുന്നിൽ വന്ന് നിരന്നങ്ങ് നിൽക്കുക. എന്നിട്ട് ഇത് കല്യാണമേ കാണാൻ പോകുന്നില്ല, അത് വിട്. വേറെ തന്നെ അണ്ടർ ഗാർമെൻറ്റ് വരെ നമുക്ക് കാണാം. അതുപോലെ ഒരു ലോ പാൻറ്റ് ഇട്ടിട്ട് അവൻ വന്ന് മുന്നിൽ വന്ന് നിൽക്കുക. കുളിച്ചിട്ടുമില്ല ജപിച്ചിട്ടും ഇല്ലാത്തൊരു പാർട്ടി. എന്തൊരു കഷ്ടമാണെന്ന് പറയാം. ഇത് കണ്ടുകൊണ്ട് എൻ്റെ തൊട്ട് മുന്നിൽ വന്നിട്ട് ഒരുത്തൻ കുഞ്ഞ് നിൽക്കുകയാണ്, ഒരു ലോ വേസ്റ്റ് സാധനം ഇട്ടുകൊണ്ട്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അന്നേരം എഴുതി തന്നെ 4 ഒരു കവിത എഴുതി അയച്ചു കൊടുത്തിട്ട് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇതും ചെയ്തോളാം. പിറ്റേന്ന് ഞാൻ കാണുന്നത് കേരളത്തിലുള്ള ഇവർക്ക് വലിയ സംഘടന ഉണ്ടെന്ന് ഞാൻ അന്നേരം അറിയുന്നത്. പിന്നെ എൻ്റെ 3 ജനറേഷനെ അങ്ങോട്ട് സ്മരിച്ചിട്ട് തകർത്തു. ഇവരുടെ അസോസിയേഷൻ ഇത്ര ശക്തമാണെന്ന് ഞാൻ അറിഞ്ഞില്ല. അവര് ശരിയാക്കാൻ, പക്ഷേ ഒരുപാട് പേര് അതിൻ്റെ കൂടെ അനുകൂലിച്ച് പറഞ്ഞ് ഇത് ഉമ്മാരെ കൊണ്ട് ഭയങ്കര ശല്യമാണ്, കല്യാണത്തിന് പോയി കഴിഞ്ഞാൽ മറ്റേതാണ് പറഞ്ഞതാണ്. അത് ഗ്യാപ്പ് തരില്ല. ശരിയാണ്, കറക്റ്റ്. ഇങ്ങനെ തന്നെയാണ് കവർ ചെയ്ത് അവർക്ക് മാക്സിമം വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയുള്ളത്. നമ്മളാണ് ഇത് അനുഭവിക്കുന്നത്. ഒരുപാട് സന്തോഷം. നമ്മൾ കവിതയിൽ തുടങ്ങി ലോക റെക്കോർഡിലെത്തി ആ കഥ പറഞ്ഞു. അപ്പം ഇതിലൂടെ കല്യാണം എത്തി, സമകാലിക സംഭവങ്ങളിലേക്ക് എത്തി. അപ്പം വീണ്ടും നമുക്ക് കാണാം. വളരെ സന്തോഷം.